പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നന്ദു ആകെ അസ്വസ്ഥതയിലാണ്. അവൾ ഇങ്ങനെ വല്ലാതെ വിഷമത്തോടുകൂടെ കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്തിന് അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. കണ്ണുകളൊക്കെ കലങ്ങിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കാര്യങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അനി താഴേക്ക് പോയിട്ട് കുറച്ച് സമയമായിരുന്നു. എന്തെങ്കിലും നല്ല വാർത്തയുമായിട്ട് അവൻ വരുമെന്ന പ്രതീക്ഷയിലാണ് അവൻ കാത്തു നിൽക്കുന്നത്. ഈ സമയത്തിന്റെ റിസോർട്ടിന്റെ താഴെ നിലയിലേക്ക് ഇറങ്ങി ചെന്ന് നിൽക്കുകയായിരുന്നു അനി. തടിപ്പടവുകൾ ഓരോന്നാരായി ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സിലും കനത്ത ആദിയുണ്ടായിരുന്നു. റിസോർട്ടിന്റെ ഉമ്മർത്ത് ഒരു കമ്പിളി പുതപ്പും പൊതിച്ച് സെക്യൂരിറ്റിക്കാരൻ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അനി വരുന്നത് കണ്ട് അയാൾ എഴുന്നേറ്റു. സാറേ, ഇനി എവിടെ നിന്ന് പോക്ക് നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. സെക്യൂരിറ്റി ആകാശത്തേക്ക് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു. അനി ഒന്ന് ഞെട്ടി. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഇന്ന് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് ഇവിടെ നിന്നും ഇറങ്ങണമെന്നാ വിചാരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനി പരിഭ്രമത്തോട് ചോദിച്ചു. പിന്നല്ലാതെ വലിയ പ്രശ്നമുണ്ട് സാറേ. വലിയൊരു ഭയങ്കര മണ്ണിടിച്ചില്ല. മെയിൻ റോഡിൽ കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കുക. വണ്ടികളൊന്നും ഇനി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോവില്ല. അയാൾ കാര്യം അങ്ങ് വ്യക്തമാക്കി. റോഡ് ബ്ലോക്കാണെന്നോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എങ്കിൽ പിന്നെ നമുക്ക് വേറെ വല്ല ഊടുവഴി ഉണ്ടാവോ? പോക്കറ്റ് റോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴി പോയിക്കൂടെ? ഇതിലൂടെ പോയാൽ രക്ഷപ്പെടാൻ പറ്റില്ല ചേട്ടാ. അയ്യോ സാറേ, അത് ഭയങ്കര വേറെ എന്തെങ്കിലും വഴികളുണ്ടോ? അത് ഭയങ്കര റിസ്ക്കാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ മഴയത്ത് അതിലൂടെ പോകുന്നത് വലിയ അപകടമാണ്. ഇന്നലത്തെ മഴ നിങ്ങൾ കണ്ടില്ലേ? അത്രയ്ക്ക് ശക്തമായ മഴയായിരുന്നു. എപ്പോഴാണ് എവിടെയാണെന്ന് ഉരുൾപൊട്ടുന്നതെന്ന് പറയാനൊന്നും പറ്റില്ല. ഈ മലയോര മേഖലകളിൽ ഇപ്പോൾ വലിയ യാത്ര ചെയ്യുന്നത് തീക്കളിയാണ് സാറേ. സെക്യൂരിറ്റിക്കാരൻ്റെ വാക്കുകൾ കേട്ടതോടുകൂടെ അനിയുടെ ഉള്ളൊന്ന് കാളി. അവനൊന്നും മിണ്ടാതെ തിരിച്ചുപോയി. മനസ്സാകെ ശൂന്യമാവുന്നത് പോലെ. ഇന്നലെ രാത്രി ആ ഡിസ്കഷൻസൊക്കെ തെറ്റിപ്പോയോ എന്നൊരു ഭയം അവന് വല്ലാതെ പിടികൂടി. നന്ദുവിനെ എങ്ങനെ കാര്യം ബോധ്യപ്പെടുത്തുമെന്നോർത്തുകൊണ്ട് അവനാകെ അസ്വസ്ഥനായി നിൽക്കണേ. പതുക്കെ തിരിഞ്ഞ് അവൻ തൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഓരോ ചൂട് മുന്നോട്ട് വെക്കുമ്പോഴും അവൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. മുറിയുടെ വാതിലൊക്കെ തുറന്ന് അനി അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ ആ ഒരു നിരാശയും തളർച്ചയെല്ലാം കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്താ നീ, എന്ത് പറ്റി? മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? താഴെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ പരിഭവത്തോട് ചോദിച്ചു. അനി അവളെ നോക്കി ദീർഘമായൊന്ന് ശ്വാസം എടുത്തു. അത് പിന്നെ നന്ദു, ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഇന്ന് ഇവിടെ നിന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടി. പോകാൻ പറ്റില്ലെന്നോ? നീ എന്തൊക്കെയാണ് നീ പറയുന്നത്? നന്ദുവിൻ്റെ ശബ്ദമുണർന്നു. അവൾക്ക് കൈകാലുകളൊക്കെ വിറക്കുന്നത് പോലെ തോന്നി. എന്തു തന്നെയായാലും നമുക്ക് ഇന്ന് പോയേ പറ്റൂ. നിനക്കറിയാലോ, ഞാൻ ഓഫീസിൽ ലീവ് പോലും പറഞ്ഞിട്ടില്ല. ഒരു വാക്ക് പോലും ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ ഇവിടെ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ചെന്നില്ല എങ്കിൽ അവിടെ എന്തൊക്കെ പുകിലുണ്ടാകുമെന്ന് നിനക്കറിയാലോ. എല്ലാവരും എന്നെ തിരക്കും. അച്ഛനും അമ്മയൊക്കെ എന്താ വിചാരിക്കുക? എനിക്കെന്തായാലും പോയേ പറ്റുമോ? നീ എന്തെങ്കിലും ഒരു വഴി കാണിക്ക്. എടി, നീ ഒന്ന് ശാന്തമായോ? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അനി അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. വഴിയിലൊക്കെ ഭയങ്കര മണ്ണിടിച്ചില്ല. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് വണ്ടി എവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാ. ബ്ലോക്കാണെന്നോ? ദൈവമേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നന്ദുവിൻ്റെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. നമുക്ക് വേറെ വഴിയില്ല. വേറെ ഏതെങ്കിലും വഴിയുടെ പോയിക്കൂടെ? ഈ ഒരു വഴി മാത്രമേ ഉണ്ടാവുക. വേറെ വഴിയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല നന്ദു. അതെനിക്ക് ഉറപ്പില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഭയങ്കര റിസ്ക്കാണെന്നാണ് അയാൾ പറയുന്നത്. മഴ ഇനിയും പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉരുൾപൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അത്രേ. നന്ദു മുറിയുടെ മധ്യത്തിലേക്ക് നടന്നു. തലക്കങ്ങനെ കൈവച്ചു. അവൾക്ക് വല്ലാത്ത ടെൻഷൻ അനുഭവപ്പെട്ടു. അവൾ ആകെ മാറി നിൽക്കുന്നത് പോലെ തോന്നി. ജീവിതത്തിൽ ഇന്നേവരെ ആരോടും പറയാത്ത ഇങ്ങനൊരു യാത്ര അവൾ ചെയ്തിട്ട് പോലുമില്ല. അതും അനിയോടൊപ്പം. വീട്ടുകാരുടെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. നീ ഇങ്ങനെ പേടിക്കാതെ നന്ദു, നീ ഒന്ന് സമാധാനമായിട്ടിരിക്ക്. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവാതിരിക്കില്ല. ഞാൻ ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കട്ടെ. എൻ്റെ ഫ്രണ്ട്സിന് ഒരു പക്ഷേ ഈ വഴികളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഞാൻ അവന്മാരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അനി തൻ്റെ ഫോണെടുത്ത് സുഹൃത്തായ രാകേഷിനെ വിളിക്കാൻ തുടങ്ങി. ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അനിയുടെ കൈകൾ ഇങ്ങനെ ചെറുതായിട്ട് വിറച്ചു. മറുപുറത്ത് ഫോൺ എടുത്ത ഉടനെ തന്നെ രാകേഷിൻ്റെ ദേഷ്യം കലർന്ന ശബ്ദമാണ് കേട്ടത്. എടാ അനി, നീ ഇത് എവിടെയാ? ഇന്നലെ തൊട്ട് നിന്നെ വിളിക്കാൻ നോക്കുക. നിന്റെ ഫോണൊക്കെ ഇങ്ങനെ റീച്ചബിൾ പോലുമല്ലോ. എന്താണ് നിന്റെ വിചാരം? ഞങ്ങളൊക്കെ ഇവിടെ എത്രമാത്രം ടെൻഷനിലാണെന്ന് നിനക്കറിയാമോ? രാകേഷ് ഒറ്റ ശ്വാസത്തിലങ്ങ് ചോദിച്ചു. എടാ രാകേഷ്, ചെറിയൊരു പ്രശ്നത്തിലാണ് ഞാൻ ഇപ്പോൾ. പൊന്മുടിയിലാണുള്ളത്. അനി പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. പൊന്മുടിയിലോ? അവിടെ എന്താണ് കാര്യം? നീ ആരോടും പറയാതെ അങ്ങോട്ടേക്ക് എന്തിനാണ് പോയത്? രാകേഷിൻ്റെ ശബ്ദത്തിൽ അത്ഭുതവും ദേഷ്യം നിറഞ്ഞു. അത് പിന്നെ ഞാനും നന്ദു കൂടി ഇന്നലെ പൊന്മുടിക്ക് വന്നതാ. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതാ. അനി സത്യം വെളിപ്പെടുത്തി. എന്ത്, നന്ദു നിന്റെ കൂടെ ഉണ്ടോ? നീ എന്നോട് പോലും ഇതൊന്നും പറഞ്ഞില്ലല്ലോടാ. നന്ദു ആരോടും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നിന്നെ എത്ര വട്ടം വിളിച്ചു ഞങ്ങൾ. നയനയും മാധുഷേട്ടനൊക്കെ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയാണെന്ന് അറിയാമെന്നൊക്കെ എന്നോട് ചോദിച്ചു. അതുകൊണ്ട് തന്നെ നിന്നെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ വലിയ ടെൻഷനിലായിരുന്നടാ. എടാ, ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങാനിരുന്നതാ. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. വഴിയൊക്കെ മണ്ണിടിച്ച് കിടക്കുക. വഴി കംപ്ലീറ്റ് ബ്ലോക്കാ. വരാൻ പറ്റാത്ത സാഹചര്യമാടാ. എടാ,
നിനക്ക് വേറെ വല്ല ഊടുവഴിയോ അങ്ങനെ പോക്കറ്റ് റോഡ് എന്തെങ്കിലും അറിയടാ, ഇവിടെ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം. അനി ആവലാതിയോടെ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ രാകേഷ് അല്പം ശാന്തനായി. വല്ല വഴിയുണ്ടോയെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ലടാ. ഞാൻ അവിടെ പരിചയമുള്ള ആരുടെയെങ്കിലും അടുത്ത് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ആരോടെങ്കിലും ചോദിച്ചിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. നീ ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത്, രാകേഷ് പറഞ്ഞു. ശരിടാ, വേഗം തന്നെ നോക്കിയിട്ട് പറയാമെന്ന് അനി പറഞ്ഞ് ഫോൺ കട്ടിയാണ്. ഫോൺ കട്ടായതിനു ശേഷം അവൻ നന്ദുവിനെ നോക്കി. അവളുടെ മുഖത്തും ഭയം നേളിച്ച് നിൽക്കുന്നത് കണ്ടു. അനിക്ക് സ്വന്തം കാര്യത്തിലായിരുന്നില്ല വിഷമം. എങ്ങാനും ഈ വിവരം വീട്ടിലറിഞ്ഞാൽ പിന്നെ നന്ദുവിൻ്റെ അവസ്ഥ എന്താവുമെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അവൻ കൂടുതൽ ഭയന്നു. അവളുടെ ജീവിതം തകരുമോ എന്ന ചിന്ത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അങ്ങനെ നാട്ടിൽ നന്ദുവിൻ്റെ വീട്ടിൽ അന്തരീക്ഷം തികച്ചും ശാന്തമായിരുന്നു. ഉമ്മറത്തെ കസേരയിൽ ഗോവിന്ദൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ മകളുടെ ഓർമ്മകൾ തന്നെയാണ്. പുറമേക്ക് അയാളൊന്നും കാണിച്ചില്ല. കനകദുർഗ അടുക്കളയിൽ നിന്നിങ്ങനെ ചൂടുള്ള ചായയുമായിട്ട് ഉമ്മറത്തേക്ക് വന്നു. ചായ ഗ്ലാസ് നന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഗോവിന്ദൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്തിന് കനകദുർഗയുടെ മുഖത്ത് പ്രത്യേക ഭാവമുണ്ടായിരുന്നു. എന്താ ഗോവിന്ദേട്ടാ, നന്ദുപോൾ നിങ്ങളെ ഫോണിൽ വിളിക്കുകയോ മറ്റോ ചെയ്തോ, കനകദുർഗ ചോദിച്ചു. ഗോവിന്ദൻ ചായയിലേക്ക് നോക്കിക്കൊണ്ട് തലയാട്ടി. ഇല്ല കനകെ, അവൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് കേട്ടപ്പോൾ കനകദുർഗ ഒന്ന് ചിരിച്ചു. അവൾ എന്തിനാ നമ്മളെ വിളിക്കുന്നത്? ഇന്നലെ ഇവിടെ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോയതല്ലേ അവള്, അതുകൊണ്ട് അവൾ വിളിക്കത്തില്ല ഗോവിന്ദേട്ടാ. എന്തായാലും നന്ദുമോൾ കൂട്ടുകാരോടൊപ്പം പോയത് നന്നായി. ഇന്നേ വരെ അവരെങ്ങനെയൊന്നും ചെയ്യാറുള്ളതല്ലോ. എനിക്ക് തോന്നുന്നത് നവീൻ്റെ കല്യാണാലോചന വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവുന്ന ആ ഒരു സന്തോഷം ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കാൻ ആഘോഷിക്കാൻ വേണ്ടിയായിരിക്കും അവൾ പോയത്. അവൾ കനകദുർഗ തൻ്റേതായിട്ടുള്ള നിഗമനങ്ങളിങ്ങനെ എത്തിച്ചേർത്തു. ഗോവിന്ദൻ പത്രം മടക്കി വെച്ച് പറഞ്ഞു. നന്ദു അങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കനകെ. അതിനൊന്നും ചാൻസ് വളരെ കുറവാണ്. അവൾക്ക് അങ്ങനെ പെട്ടെന്ന് സന്തോഷം വരുന്ന സ്വഭാവക്കാരിയൊന്നുമല്ലല്ലോ. അയ്യോ, പറയാൻ പറ്റില്ല ഗോവിന്ദേട്ടാ. ചിലപ്പോൾ അവൾക്ക് നവീനെ അത്രമാത്രം അങ്ങ് ഇഷ്ടമായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ബന്ധം നടക്കും. ഗോവിന്ദേട്ടൻ നോക്കിക്കോ, എല്ലാം ശുഭമായി തന്നെ വരും, കനകദുർഗ പ്രത്യാശയോടുകൂടെ പറഞ്ഞു. ശരി, അങ്ങനെ വന്നാൽ മതിയായിരുന്നു. ഗോവിന്ദൻ ഇങ്ങനെ ദീർഘനിശ്വാസം വിട്ടു. ഒരു കാരണവശാലും അവൾ ആ അനിയുമായിട്ട് ഒന്നിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിൻ്റെയും നവീൻ്റെയും കല്യാണം നടക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു കെണിയിലങ്ങ് പെട്ടുപോകും ഗോവിന്ദേട്ടാ. എങ്ങനെയെങ്കിലും ഇപ്പം നന്ദുവിൻ്റെ മനസ്സിൽ അനിയാണെങ്കിൽ തന്നെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ഗോവിന്ദേട്ടാ, അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു, കനകദുർഗ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എനിക്കിപ്പോഴുള്ള ഒരേ ഒരു സമാധാനം എന്താണെന്നറിയാമോ? അനി അവൻ്റെ വീട്ടിൽ നയനമോൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ സംശയമൊന്നുമില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങ് സംശയിച്ചേനെ. നന്ദുവും അനിയും കൂടെ ഒരുമിച്ചാണ് പോയത് എന്ന് ഞാൻ അങ്ങ് സംശയിച്ചേനെ എന്നൊക്കെ കനകദുർഗ പറഞ്ഞു. അത് ശരിയാ. കനക പറഞ്ഞത് കേട്ടപ്പോൾ ഗോവിന്ദനും അത് ശരിയാന്ന് തോന്നി. സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും ആരെങ്കിലും അങ്ങനെയല്ലേ സംശയിക്കത്തുള്ളൂ. അനി വീട്ടിലുണ്ടെന്ന് അറിഞ്ഞത് നന്നായി. അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ കഥകളങ്ങ് പടച്ചുണ്ടാക്കിയേനെ. അവർ രണ്ടുപേരും നന്ദുവിൻ്റെയും നവീൻ്റെയും വിവാഹ സ്വപ്നങ്ങളിങ്ങനെ മുഴുകി ആശ്വാസത്തോടെ ചായ കുടിച്ച് തീർത്തു. എന്നാൽ തങ്ങളെ കാത്തിരിക്കുന്ന കൊടുങ്കാറ്റിനെ കുറിച്ചൊന്നും അവർ അപ്പോഴും തന്നെ അറിഞ്ഞിരുന്നില്ല. യാതൊരുവിധ സൂചനയും അവർക്കുണ്ടായിരുന്നില്ല. ആദർശിൻ്റെ വീട്ടിൽ അന്തരീക്ഷം വല്ലാതെ പുകയായിരുന്നു. നയനയും ആദർശും മുറിക്കുള്ളിൽ വല്ലാത്ത ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നന്ദുവിനെയും അനിയും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവർക്കത് വല്ലാതെ അസ്വസ്ഥയായി. ഫോൺ ബെല്ലടിക്കുമ്പോഴൊക്കെ അവർ പ്രതീക്ഷയോടെ നോക്കും. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഒടുവിൽ ആദർശിൻ്റെ ഫോണിലേക്ക് രാകേഷിൻ്റെ കോൾ വന്നു. ആദർശ് വേഗം ഫോണെടുത്ത് സ്പീക്കറിലിട്ടു. എന്താടാ രാകേഷേ, എന്തെങ്കിലും വിവരമുണ്ടോ? ആദർശ് ചോദിച്ചു. ആദർശേട്ടാ, അവർ രണ്ടുപേരും കൂടി പൊന്മുടിയിലുണ്ട്, രാകേഷ് മറുപുറത്തു നിന്നും കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് നയനയും ഒന്ന് ഞെട്ടിപ്പോയി. നയനയുടെ കൈകൾ വായോട് ചേർത്ത് പിടിച്ചു. എന്ത്, പൊന്മുടിയിലോ? അവൾ അവിശ്വസനീയതയോട് ചോദിച്ചു. അതെ നയന, അവർ രണ്ടുപേരും അവിടെയുണ്ട്. പക്ഷേ അവർ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ്. വഴിയൊക്കെ വലിയ മണ്ണടിച്ചിലുണ്ടായി. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണിട്ടാണ് കിടക്കുന്നത്. അനി എന്നെ വിളിച്ചു പറഞ്ഞു ആ കാര്യം. അവിടെ അവരങ്ങ് കുടുങ്ങിപ്പോയിരിക്കുകയാണെന്ന് രാകേഷ് വിസ്തരിച്ചു. ഫോൺ കട്ടാക്കിയതിന് ശേഷം നയനക്കായൊരു ഞെട്ടിൽ നിന്നും മാറാൻ കഴിഞ്ഞില്ല. നന്ദു ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇന്നേ വരെ സ്വന്തം നേടിനെ പോലും ഭയന്ന് ജീവിച്ച നന്ദു ഇപ്പോൾ ഇത്രയും വലിയൊരു തീരുമാനമെടുത്ത് അനിയോടൊപ്പം തന്നെ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവനോട് അത്രമായ അഗാധമായ പ്രണയമുണ്ടായിരിക്കണം. പക്ഷേ അനി വീട്ടിലുള്ളത് കൊണ്ട് കള്ളം പറഞ്ഞ് വലിയൊരു വിനയായിപ്പോയി എന്ന് നയനയ്ക്കിപ്പോൾ തോന്നുകയാണ്. ആദർശേട്ടാ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആകെപ്പാട് ടെൻഷനായിരിക്കുക ഞാൻ. ഇന്നും കൂടി അനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇളയമ അന്വേഷിക്കാൻ തുടങ്ങും. അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു വലിയ പ്രശ്നമാവും. ഈ വീട്ടിലെ എല്ലാവരും ഇതറിഞ്ഞു കഴിഞ്ഞാൽ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നയന ആകുലതയോടുകൂടെ ചോദിച്ചു. അതിനേക്കാൾ ഉപരി അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നു കഴിയുമ്പോൾ പിന്നെ അവന്തികയുമായിട്ടുള്ള അനിയുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് ഇളയമ കാത്തിരിക്കുമല്ലേ? നയന ഓർമ്മിപ്പിച്ചു. ആദർശ് ഒന്ന് നെടുവീർപ്പെട്ടു. അത് നടക്കുമെന്ന് നയനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. കാരണം അനി അവൻ്റെ സ്റ്റാൻഡ് അപ്പോഴേ വ്യക്തമാക്കി കഴിഞ്ഞതാ.
ഒരു കാരണവശാലും താൻ വേറൊരാളെ കല്യാണം കഴിക്കില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും അവന്തിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായില്ല ആദർശേട്ടാ? നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം മുഴുവൻ പോവുമല്ലോ. നയനയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇളയമ്മ വെറുതെ ഇരിക്കില്ല. നയന തൻ്റെ ജീവൻ പോയാലും ശരി അവരെ രണ്ടുപേരെയും ഒന്നിക്കാൻ സമ്മതിക്കില്ലെന്ന് ഇളയമ്മ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ വരികയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മുഴക്കിയിരിക്കുകയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. നയന തൻ്റെ ഉള്ളിലെ വലിയ ഭയം ആദർശമായി പങ്കുവച്ചു. അങ്ങനെ ടെൻഷൻ സഹിക്കാൻ വയ്യാതെ നയന പതുക്കെ താഴെ നിലയിലേക്ക് ഇറങ്ങി ചെന്നു. ഹാളിൽ നിന്ന് നടക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവയാൻ്റെ മുഖത്തും വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു. നയനെ കണ്ടപ്പോൾ അവർ വേഗം തന്നെ അരികിലേക്ക് വന്നു. മോളെ നയന, നന്ദുമോൾ വിളിക്കുകയോ മറ്റോ ചെയ്തോടി. എന്തെങ്കിലും വിവരമുണ്ടോ അവരെക്കുറിച്ച്? ദേവയാനി ചോദിച്ചു. നയന അല്പം മടിച്ചിരുന്നതിന് ശേഷമാണ് മറുപടി പറഞ്ഞത്. വിളിച്ചില്ലമ്മേ, പക്ഷേ അവരെക്കുറിച്ചൊരു കാര്യം അറിഞ്ഞു. അവർ രണ്ടുപേരും ഇപ്പോൾ എവിടെയുള്ളത് അറിഞ്ഞു. എവിടെയാ മോളെ അവരുള്ളത്? ദേവയാനി ജിജ്ഞാസയോട് ചോദിച്ചു. അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ പൊന്മുടിയിലേക്ക് പോയിരിക്കുവാണമ്മേ. അവിടെ അവരുണ്ട്. നയന സത്യം വെളിപ്പെടുത്തി. ദൈവമേ, അവരിത് എന്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്? ദേവേനെ നെഞ്ചത്ത് കൈവച്ചു. ഒന്നും ഓർത്തിട്ട് എനിക്കങ്ങ് പിടി കിട്ടുന്നില്ലല്ലോ. അനിക്ക് ഇതെന്തു പറ്റി? അവർക്ക് തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ അതിന് ഇങ്ങനെ ആരോടും പറയാതെ ട്രിപ്പൊക്കെ പോവേണ്ടോ? ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ മോളെ. ദേവേൻ്റെ ശബ്ദത്തിൽ ദേഷ്യവും വിഷമവും കലർന്നിരുന്നു. അതേ അമ്മേ, എങ്ങാനും ഇളയമയെ വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നമുണ്ടാവാനേ. അതിനേക്കാളൊക്കെ വലിയ പ്രശ്നം എൻ്റെ വീട്ടിൽ ഇതറിയുമ്പോഴാണ്. ഇന്നലെ രാത്രി അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ഞാനാ പറഞ്ഞത് അവരെവിടെയുണ്ടെന്ന് അറിയാമോ? അനി ഈ വീട്ടിലുണ്ടെന്ന് ഞാൻ കള്ളം പറയുകയും ചെയ്തു. അനി ഇവിടെ ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വലിയ ടെൻഷനാവും. അച്ഛന് BP ഒക്കെ ഉള്ളതാ. ചിലപ്പോൾ അറ്റാക്ക് വരെ വരാൻ സാധ്യതയുണ്ടമ്മേ. നയന കരച്ചിലിൻ്റെ വക്കോളം എത്തി. ദേവയാനി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇനിയിപ്പോൾ എന്താ മോളെ ചെയ്യുക? എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കൊന്നും അറിയുന്നില്ല. വിളിച്ചിട്ടാണെങ്കിൽ അവർ ഫോൺ എടുക്കുന്നുമില്ല. എല്ലാവർക്കും നല്ല ടെൻഷനായി കാണും. ഒരു പക്ഷേ ആ ഭാഗത്തൊക്കെ, പൊന്മുടി ഭാഗത്തൊക്കെ വലിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ആണെന്ന് ന്യൂസിനകത്തൊക്കെ കണ്ടു. ആദർശ് പറയുകയും ചെയ്തു. എനിക്ക് പേടിയായിട്ട് വയ്യ. ദേവയാനി ദേഷ്യത്തോടു കൂടി ചോദിച്ചു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന മോളെ? അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു കല്യാണം അങ്ങ് നടത്തി കൊടുക്കല്ലേ? കല്യാണം നടത്തി കൊടുക്കും. പക്ഷേ ആര് നടത്തി കൊടുക്കും അമ്മേ? നയന തിരിച്ചു ചോദിച്ചു. അനി അവൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി പറഞ്ഞിട്ട് പോലും അതിനിവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യമുണ്ടോ? എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. പിന്നെ ഇവിടെ ഇളയമക്കും സമ്മതമില്ല. ആരും അവർക്ക് അനുകൂലമല്ല അമ്മേ. നയന പതുക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തു. നന്ദുവിനെ അവന് ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടമ്മേ. അനിയെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെ അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ ഇഷ്ടമല്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന സമയത്ത് പോലും അവളുടെ ഉള്ളിൽ വലിയ ഇഷ്ടമുള്ള ആ ഒരു കാര്യം എനിക്ക് വ്യക്തമായിരുന്നു. ഇനിയിപ്പോൾ അവൾ ഇതിൽ നിന്നും പിന്മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നവീൻ്റെ ആലോചന വന്ന സ്ഥിതിക്ക് അവൾ കൂടുതൽ വാശിയുണ്ടാക്കിയുള്ളൂ. അത് ശരിയാണല്ലോ എന്ന് ദേവയാനി തലയാട്ടി. ഒരു പക്ഷേ കനകദുർഗയും ഗോവിന്ദനൊക്കെ നല്ല പ്രതീക്ഷയുണ്ടായിരിക്കുമല്ലേ? അതേ അമ്മേ, നവീനുമായിട്ടുള്ള ഈ ഒരു വിവാഹം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവരും വലിയ പ്രതീക്ഷയിൽ തന്നെയായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി എങ്ങാനും എൻ്റെ വീട്ടിൽ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്ദുവിനെ ബാക്കി വെക്കില്ലമ്മേ. അവളെ അങ്ങ് കൊന്നുകളയും. നയന വല്ലാതെ ഭയന്നുപോയി. അവളുടെ മുന്നിലിപ്പോൾ അന്ധകാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ സമയം പൊന്മുടിയിലെ റിസോർട്ടിൽ നന്ദുവിൻ്റെ ആ ഒരു ഭയം അതിൻ്റെ അറ്റത്തെത്തിയിരുന്നു. അവൾ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് അനിയെ ഇങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങി. എടാ അനി, എനിക്കിവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും എവിടെ നിന്നും പോയാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, വേഗം തന്നെ വണ്ടി എടുക്ക്. നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ പോകാൻ പറ്റുമോ നോക്കാം. ഇവിടെ എങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് അവൾ തിടുക്കം കൂട്ടി. അനി അവളെ നോക്കി. ശരി നന്ദു, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നമുക്കിപ്പോൾ തന്നെ ഇറങ്ങിപ്പോവാം. ഏതെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്ന് അനിയും സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ലഗേജൊക്കെ എടുത്ത് വേഗം തന്നെ താഴേക്ക് ഇറങ്ങി വന്നു. അവർ പോകാൻ റെഡിയായി വരുന്നത് കണ്ടപ്പോൾ തന്നെ സെക്യൂരിറ്റി വീണ്ടും പറഞ്ഞു. അവരുടെ മുന്നിലേക്ക് വന്ന് തടയാണ്. സാറേ, ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ പോകരുന്നത് വലിയ റിസ്ക്കാണ്. വഴിയിലൊക്കെ അപകടമാണ്. ഈ സമയത്ത് വണ്ടിയുമായി ഇറങ്ങരുത് എന്ന് അയാൾ ഉപദേശിച്ചു. യാതൊരുവിധ സാരമില്ല ചേട്ടാ, ഞങ്ങൾ ഒന്ന് പോയി നോക്കട്ടെ. ഞങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണെന്ന് അയാളെ മറികടന്ന് മുന്നോട്ട് നടന്നു. അവൻ വീണ്ടും കൂടെ വണ്ടിയിലേക്ക് കയറി വന്ന് നോക്കി. സെക്യൂരിറ്റിക്കാരൻ പിറുപിറുത്തു. ഓ, പറഞ്ഞതൊന്നും തലയിലേക്ക് കയറില്ല. എന്താന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. അയാൾ ദേഷ്യത്തോടു കൂടെ പറഞ്ഞു. അനി വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. മഞ്ഞും മഴയും ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി നേരെ പതുക്കെയാണ് അവർ വണ്ടി ഓടിച്ചത്. നന്ദു ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ പുറത്തേക്ക് നോക്കി നിന്നു. ഉള്ളിലിങ്ങനെ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. എന്നാൽ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നതേയുള്ളൂ. പെട്ടെന്ന് തന്നെ അനി വണ്ടി അങ്ങ് ബ്രേക്കിട്ട് നിർത്തി. മുന്നിലെ കാഴ്ച കണ്ട് അവർ രണ്ടുപേരും ആകങ്ങ് ഭയന്നുപോയി. റോഡിൻ്റെ വലിയൊരു ഭാഗം തന്നെ മണ്ണും വൻമരങ്ങളൊക്കെ ഇടിഞ്ഞു വീണ് പൂർണ്ണമായും തന്നെ മൂടിക്കിടക്കുകയാണ്. ഒരു സൈഡിലേക്ക് പോലും കടന്നു പോകാൻ പറ്റാത്തൊരു രീതിയിലാണ് ആ ഒരു ബ്ലോക്ക്. പെട്ടെന്ന് തന്നെ നന്ദുവും അനിയുമൊക്കെ ആകെ വലിയ ഭയത്തിലായി പോയി.
നന്ദുവിൻ്റെ മുഖത്ത് ചോരയൊക്കെ അങ്ങനെ വലിഞ്ഞു പോയതുപോലെ തോന്നി. അനി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് തിരിച്ചു കയറി പറഞ്ഞു, നന്ദു ഇതിലൂടെ ഇനി നമുക്ക് പോകാൻ പറ്റില്ലടി, വഴി കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് പേടിയാവുന്നു അനി, ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് നന്ദു കരയാൻ തുടങ്ങിക്കൊണ്ട് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി തിരിച്ച് വിടാം. വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അനി വണ്ടി തിരിച്ചു. അങ്ങനെ അവർ വഴിയിൽ കണ്ട ആ 2 നാട്ടുകാരെ കണ്ട് വണ്ടി നിർത്തി ചോദിച്ചു. എന്നാൽ അവരുടെ മറുപടി നിരാശ തന്നെയായിരുന്നു. അയ്യോ സാറേ, ആ വഴിയൊന്നും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, അവിടെയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇപ്പോഴാണ് മണ്ണിടിച്ച് വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ മണ്ണൊക്കെ ഇങ്ങനെ അധികൃതർ വന്ന് മാറ്റിയാൽ മാത്രമേ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അതുവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും, നാട്ടുകാരൊക്കെ പറഞ്ഞു. അതോടുകൂടെ തന്നെ അവരവിടെ പൂർണ്ണമായിട്ടും അങ്ങ് ഒറ്റപ്പെട്ടു പോവുകയാണ്. നന്ദുവും മണിയും പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ ഭീതി നിഴലിച്ച് നിന്നിരുന്നു. ഇന്നും കൂടെ അവർക്ക് ആ ഒരു വീട്ടിൽ തന്നെ തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിൽ രഹസ്യങ്ങളെല്ലാം തന്നെ പൊളിച്ചടങ്ങും. അവർ 2 പേരും കൂടി പൊന്മുടിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് എന്ന കാര്യം വീട്ടിലുള്ളവരും ബന്ധുക്കാരും എല്ലാവരും തന്നെ തിരിച്ചറിയുമെന്നൊക്കെ ചിന്തിച്ച് ആകെ സങ്കടത്തോടു കൂടെയും എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ ആകെ ടെൻഷനോട് കൂടെയും നോക്കി നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.